പഴയ കാലത്ത് ഇഷ്ടംപോലെ വസ്തുക്കളൊക്കെ ഉള്ളപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് എൻ്റെ ആദിമ മനുഷ്യൻ അധിവസിച്ച ആ വനത്തെ എൻ്റെ കൂടെ കൂട്ടണം എന്നൊരു വിചാരം മനുഷ്യനുണ്ടായി. തന്നെയല്ല, അന്ന് സഹജീവികളോട് അവർക്കുണ്ടായിരുന്ന ഒരു സ്നേഹമുണ്ട്. അതായത് ഈ കാണുന്ന ചെറിയ പാറ്റ, പുഴു, തവള ഉൾപ്പെടെയുള്ള കൊച്ചു കൊച്ചു ജീവജാലങ്ങളോടുള്ള പ്രതിബദ്ധത, അത് സംരക്ഷിക്കപ്പെടണമെന്നുള്ള തോന്നൽ, അതുപോലെ വൃക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന തോന്നൽ, ഇത്തരം തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒന്നാണ് സർപ്പക്കാവ്. അപ്പം നമ്മൾ താമസിക്കുന്ന ഭൂമിയുടെ കന്നി ഭാഗത്തായിട്ട് ഒരു കാട് വെച്ച് പിടിപ്പിക്കുക. അവിടെ ഒരു കുളം ഉണ്ടാകുക. അപ്പോൾ ആ കുളത്തിലെ ശുദ്ധജലം, ആ കുളത്തിൽ ഈ മരങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ആ ജലം ശരിക്കും പറഞ്ഞാൽ ഔഷധ സമ്പുഷ്ടമായിരിക്കുന്ന ജലമായിരിക്കും ആ കുളത്തിൽ നിറയുന്നത്. കാര്യം ഒത്തിരി മരങ്ങൾ അതിനകത്തുണ്ടാകും. അങ്ങനെ വരുന്ന ആ വെള്ളം ഫിൽറ്റർ ചെയ്ത് കിണറ്റിലെത്തും. ഇപ്പോൾ കിണറും നല്ല ശുദ്ധമാവും. ഇപ്പോൾ കിണറ്റിലേക്ക് ധാരാളം വെള്ളം എത്താനുള്ള ഒരു സോഴ്സ് ആയിട്ടാണ് അന്നത്തെ കാലത്ത് വലിയ കുളങ്ങൾ വയ്ക്കുന്നത്. കുളവും സർപ്പക്കാവും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ വയ്യാത്ത ഒന്നായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ സർപ്പക്കാവുകൾ സ്ഥാപിച്ചു തുടങ്ങിയത്. പിന്നെ സർപ്പം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആരാധിക്കുന്ന ഒന്നായിരുന്നു. നമ്മുടെ വിചാരം ഈ ഇന്ത്യയിൽ, ഈ കേരളത്തിൽ മാത്രമേ സർപ്പം ഉണ്ടെന്നായിരുന്നു. അല്ല. പണ്ട് നമുക്കറിയാം യൂഫ്രട്ടീസ് നദിയിലും നൈൽ നദിയിലും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പോട നൃത്തങ്ങളും ഒക്കെ നടത്തിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അന്ന് ഈ സർപ്പാരാധകരായിരുന്നു. ക്രിസ്തീയ ചരിത്രങ്ങളിലൊക്കെ ഈ സർപ്പത്തെക്കുറിച്ചൊക്കെ വായിക്കുന്നു. സെൻറ്റ് ജോർജ് സർപ്പത്തിൻ്റെ വായിൽ ഇങ്ങനെ ശൂലം കുത്തി ഇറക്കുന്നതായിട്ടൊക്കെ അതൊക്കെ പ്രതീകാത്മക രൂപമാണ്. സർപ്പമായിട്ടുള്ള അവരുടെ ബന്ധത്തിൻ്റെ പ്രതീകാത്മക രൂപത്തെയാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ സർപ്പ ആരാധനയിൽ മുഴുകിയിരുന്ന ഒരു വിഭാഗത്തെ ഒരുപക്ഷെ അവരുടെ മതത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ആ സിംബോളിക് രൂപത്തെ ആയിരിക്കാം അവർ ആ സർപ്പത്തിലൂടെ കാണിക്കുന്നത്. അങ്ങനെ ഏത് മതം എടുത്തു നോക്കിയാലും, ഇപ്പോൾ നബി തിരുവനസ് ആണെങ്കിലും അദ്ദേഹത്തിനും ഈ സർപ്പത്തെ ഒരു ഗുഹയിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാളെ സർപ്പം ദംശിച്ചായിട്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഖുർആനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ മതങ്ങൾക്കും സർപ്പവുമായിട്ടൊരു ബന്ധമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.